സംഭാഷണമില്ലാതെ വെറും സംഗീതവും ശബ്ദപ്രഭാവങ്ങളും മാത്രം ഉപയോഗിച്ച് ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ച രണ്ട് കഥാപാത്രങ്ങൾ, ഒരു പൂച്ചയും ഒരു എലിയും, തലമുറകളെ ഒന്നിപ്പിച്ച അത്ഭുതം. ഇതാണ് ടോം ആൻഡ് ജെറി. 1940-ൽ അമേരിക്കയിലെ MGM ആനിമേഷൻ സ്റ്റുഡിയോയിൽ വില്യം ഹാനയും ജോസഫ് ബാർബറയും ചേർന്ന് ഒരു പരീക്ഷണമായി രൂപപ്പെടുത്തിയ കാർട്ടൂണാണ് ടോം ആൻഡ് ജെറി. ആദ്യമായി ഇവർക്ക് നൽകിയ പേര് ജാസ്പറും ജിങ്സും. പക്ഷേ ലോകം ഇവരെ സ്വീകരിച്ചത് ടോമിനെയും ജെറിയെയുമായിട്ടാണ്. 1940 മുതൽ 1958 വരെ ടോം ആൻഡ് ജെറിയുടെ സുവർണകാലം. ഈ കാലഘട്ടത്തിൽ 13 അക്കാഡമി അവാർഡ്സ് നോമിനേഷനുകളും 7 ഓസ്കാർ വിജയങ്ങളും. ഭാഷയില്ല, അതിർത്തിയില്ല, ചിരി മാത്രമായിരുന്നു ഇവരുടെ ഭാഷ. ഒരു കുഞ്ഞിനും ഒരു മുതിർന്നവനും ഒരുപോലെ ചിരിപ്പിക്കാൻ കഴിഞ്ഞ കാർട്ടൂൺ. ടോം ആൻഡ് ജെറിയുടെ ഏറ്റവും വലിയ ശക്തി സംഭാഷണമില്ലായ്മ. സ്കോട്ട് ബ്രാഡ്ലി ഒരുക്കിയ പശ്ചാത്തല സംഗീതം ഓരോ അടിയും വീഴ്ചയും വികാരമാക്കി മാറ്റി. കാലം മാറി. ഹാന ബാർബറ സ്റ്റുഡിയോ വിട്ട ശേഷം പല സ്റ്റൈലുകളിലായി ടോം ആൻഡ് ജെറി തിരിച്ചു വന്നു. ഡിജിറ്റൽ ആനിമേഷൻ, മോഡേൺ കളേഴ്സ്, പക്ഷേ ആത്മാവ് ഒരിക്കലും മാറിയില്ല. നമ്മുടെ ബാല്യം, സൺഡേ മോർണിംഗ്സ്, TV മുന്നിലിരുന്ന ഓർമ്മകൾ. ടോം ആൻഡ് ജെറി വെറും കാർട്ടൂൺ അല്ല, അതൊരു വികാരമാണ്. പൂച്ചയും എലിയും, ഒരിക്കലും അവസാനിക്കാത്ത ഓട്ടം. കാലം മാറിയാലും ടോം ആൻഡ് ജെറി എന്നും ഇതിഹാസങ്ങൾ.